കൃഷ്ണകാല സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണയും നവീനും കൂടി ഒന്നിക്കുന്നതും ആദ്യരാത്രി ആഘോഷിക്കുന്നതുമൊക്കെ സ്വപ്നം കാണുവാൻ തോക്കാതെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്വപ്നത്തിൽ നിന്ന് എണീക്കുവാണ്. ഇല്ല, ഒരിക്കലും സമ്മതിക്കില്ല. എൻ്റെ നവീനുമായിട്ടൊന്നിച്ച് അവളുണ്ടല്ലോ, ഇനി ഈ ഭൂമിയിൽ ഞാൻ ബാക്കി വെച്ചേക്കില്ല. ഇന്നത്തോടെ അവിടെ കഥ ഞാൻ കഴിച്ചിരിക്കും എന്നും പറഞ്ഞ് പുഴയുടെ വീട്ടിലേക്ക് പുറപ്പെടുവാണ് കഥ. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസനും കൃഷ്ണയും കൂടി പുറത്തോടെ നിൽക്കുന്നതാണ്. അന്നേരം ഒരിക്കും ശ്രീനിവാസിൻ്റെ ഫോണിലേക്ക് നവീൻ വിളിക്കുന്നത്. ഹലോ സാർ, ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ച പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതിൽ പുതിയൊരു പ്രോജക്റ്റിൻ്റെ കൺസ്ട്രക്ഷനും മറ്റും നടക്കാൻ പോകുക. അതിന് ചില ഡിസ്കഷൻസിനും മറ്റു ഡീറ്റെയിൽസിനും ഒക്കെ ആയിട്ട് ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. അതിന് നവീൻ, അതിന് താനെന്തിന് എന്നോട് അനുവാദം ചോദിക്കുന്നത്? അതിപ്പോൾ തൻ്റെ പ്രോപ്പർട്ടി അല്ലേ? അതൊക്കെ ശരിയാണ്, എങ്കിലും ആ നാട്ടിലേക്ക് വരുമ്പോൾ സാറിൻ്റെ ഒരാളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരിക്കും നല്ലതല്ലേ? ഓ, തൻ്റെ ബിസിനസ് ബുദ്ധി മനസ്സിലായി. പിന്നെ സാർ, ഞാനവിടെ ഒരു ഫാമിലിക്കൊക്കെ ഒന്നിച്ച് കുറച്ച് ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ട് കൺസ്ട്രക്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനെനിക്ക് ചില നല്ല ഐഡിയാസൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. സാറിന് എന്തെങ്കിലും അതിൽ സജഷൻസ് പറയാനുണ്ടെങ്കിൽ അതെനിക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാകും. അന്നേരം ശ്രീനിവാസ് പറയണേ, അങ്ങനെയാണെങ്കിൽ അതിന് പറ്റിയ ഒരാൾ എൻ്റെ അരികിൽ തന്നെയുണ്ട്. അതാരാ? മറ്റാരുമല്ല, എൻ്റെ മോള് തന്നെ, കൃഷ്ണ. ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കാം. അങ്ങനെ കൃഷ്ണയ്ക്ക് ഫോൺ കൊടുക്കുവാണ്ടോ ശ്രീനിവാസ്. ഈ സമയം നവീൻ അവിടെ തുടങ്ങാൻ പോകുന്ന പ്രോജക്റ്റിനെ കുറിച്ച് കൃഷ്ണയോട് പറയുവാണ്. അതൊക്കെ കേട്ടിട്ട് കൃഷ്ണയ്ക്ക് തൻ്റെ മനസ്സിലുള്ള കുറച്ച് ഐഡിയാസ് നവീന് പറഞ്ഞു കൊടുക്കുവാണ്. എന്താണെങ്കിലും ഫാമിലിയാന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമല്ലോ, കുട്ടികളെയൊക്കെ ആകർഷിക്കുന്ന രീതിയിൽ പഴയ കാലത്തുള്ള കഥകളും ഗെയിംസൊക്കെ കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അവൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം. അതുപോലെ നമുക്ക് പണ്ടുണ്ടായ ചില ഓർമ്മകൾ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം അവിടെ സെറ്റ് ചെയ്യേണ്ടത്. അവിടെ കാണുമ്പോഴും അവിടെ സമയം ചിലവഴിക്കുമ്പോഴും ഇതൊക്കെ പണ്ടെപ്പോഴും ഞാൻ മിസ് ചെയ്തിരുന്ന കാര്യമായിരുന്നല്ലോ എന്ന് ആൾക്കാർക്ക് തോന്നണം. അവരുടെ മനസ്സിനെ എന്നും നിലനിൽക്കുന്ന രീതിയിലുള്ള ദിവസങ്ങളായിരിക്കണം അവിടെ ചിലവഴിക്കുന്ന ഓരോരുത്തർക്കും കിട്ടേണ്ടത്. അങ്ങനെ ഓരോരോ ഐഡിയാസായിട്ട് കൃഷ്ണ പറയുക. അതൊക്കെ കേട്ടിട്ട് നവീൻ ചോദിക്കണേ, ഇവിടെ കൃഷ്ണ, സത്യം പറയാലോ, താൻ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഒരിക്കലേ എൻ്റെ ഭാര്യ ഗാദയും ഞങ്ങളുടെ വയസ്സവർക്ക് വേണ്ടി തുടങ്ങാനിരുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇതേപോലെ രീതിയിൽ തന്നെ ഐഡിയ പറഞ്ഞത്. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ് ഇതുപോലെ ഓരോ രീതി ചിന്തിക്കാൻ പറ്റുന്നത്? അന്നേരം കൃഷ്ണ പറയണേ, അത് പിന്നെ എനിക്കിങ്ങനെ ഇത്തരം ചിന്തയൊക്കെ കിട്ടിയത് ഓരോ ബുക്കിലും മറ്റും വായിച്ച് അങ്ങനെയൊക്കെയാണ്. സാറിൻ്റെ ഭാര്യയും അതുപോലെ വായിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, എന്താണെങ്കിലും പ്ലോട്ട് വിസിറ്റ് ചെയ്യാനും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ ഉടനെ തന്നെ തൻ്റെ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നിരിക്കാം, നേരി കണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എന്നാൽ താൻ അച്ഛന് ഫോൺ കൊടുത്തോ? അങ്ങനെ നവീൻ ഒത്തിരി സന്തോഷത്തോടെ കൃഷ്ണയെ പുകഴ്ത്തിക്കൊണ്ട് ശ്രീനിവാസനോട് പറയുവാണ്. ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പോഴേ കൃഷ്ണയുടെ ഹെൽപ്പ് എനിക്ക് ഉറപ്പായിട്ടും വേണം. അതിനെന്താ, എൻ്റെ മോളെ തന്നെ സഹായിച്ചിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പുഴയോരം വിടാൻ കേട്ടോ. അവിടെ മോളിക്കുട്ടി കൃഷ്ണനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് എത്തുവാണ്. അന്നേരം തങ്കത്തിനോട് ചോദിക്കണേ, അമ്മേ കൃഷ്ണ എവിടെ? അവളത് ആകത്തുണ്ട്. അങ്ങനെ കൃഷ്ണ അങ്ങോട്ടേക്ക് വരുവാണ്. കൃഷ്ണേ, ഞാനേ ഒരു ഓട്ടത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദൂരേക്ക് പോകാൻ പോകുക. ദൂരെയെന്ന് പറഞ്ഞാൽ അത്ര ദൂരെയൊന്നുമില്ല, കുറച്ചധികം പൈസ അവിടുത്തെ മാഷിനെ ഏൽപ്പിക്കാനുണ്ട്. ഞാനേ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കാണ് പരുന്തുംപാറയുള്ളത്. നീ കൂടെ എൻ്റെ ഒപ്പം വരുവാണെങ്കിലേ നമുക്ക് ഒരുമിച്ച് ആ സ്ഥലമൊക്കെ ഒന്ന് കാണാം. അതിൻ്റെ മുകളിൽ കയറി നിന്ന് കണ്ടാലുണ്ടല്ലോ, ഇവിടെ കേരളം, അവിടെ തമിഴ്നാട്, അങ്ങനെ പറഞ്ഞു കാണാം. അത്ര വിശാലമായിട്ട് മനസ്സ് നിറക്കുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും നമുക്ക് അവിടെ നിന്നാ കിട്ടുക. നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? പിന്നെ അത്രയ്ക്ക് വലുതായിട്ടൊന്നും ഉണ്ടാവില്ല. മോളിക്കുട്ടി, നീ എന്നെ നിൻ്റെ കൂടെ വരാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരാ, അങ്ങനെയൊന്നും അല്ലെന്നേ. ആ പാറയെക്കുറിച്ച് പണ്ട് മുതലേ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. അവിടെ എന്തോ നാഗദൈവങ്ങളെയൊക്കെ പൂജിക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന്. ഇവിടുത്തെ വലിയൊരു കോവിലോ ക്ഷേത്രമോ എന്തോ ഉണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരെല്ലാവരും ആ നാഗദൈവങ്ങളെ പൂജിക്കാനായിട്ട് ആ പാറയിൽ പോകുമായിരുന്നു. അവിടെ വർഷത്തിലൊന്നുമില്ലെങ്കിലും 5-6 വർഷം കൂടുമ്പോഴൊക്കെ ഇതുപോലെ പൂജയും മന്ത്രങ്ങളും നാഗദൈവങ്ങൾക്കുള്ള നേർച്ചയൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ കേൾക്കുന്നതും കൃഷ്ണക്ക് ഒന്ന് അവിടെ പോയാൽ കൊള്ളാൻ തോന്നുവാണ്. കൃഷ്ണ പറയണേ, അമ്മേ എന്നാൽ ഞാനും കൂടി മോളിക്കുട്ടിയുടെ ഒപ്പം ഒന്ന് പോയേക്കാം. അത് ശരി, ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ട് വലിയ മൈൻഡില്ലായിരുന്നു. എന്നാൽ നാഗദൈവങ്ങളുടെ കാര്യം പറഞ്ഞതും കേട്ടില്ലേ അമ്മേ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞതും? അന്നേരം തങ്കം പറഞ്ഞേ, അത് പിന്നെ അവൾക്ക് കുട്ടിക്കാലം മുതലേ ആരാധിക്കുന്നത് ഈ നാഗദൈവങ്ങളെ. അപ്പോൾ അങ്ങനത്തെ ദൈവങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വരാതിരിക്കുമോ? അമ്മേ, എന്നാലേ അമ്മ തന്നെ അച്ഛനോടൊന്ന് പറഞ്ഞേക്ക്, ഞാൻ മോളിക്കുട്ടിയുടെ കൂടെ പരുന്തുംപാറയിൽ പോയ കാര്യം. അത് നിനക്ക് തന്നെ പറഞ്ഞൂടെ? വേണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ അച്ഛൻ ചിലപ്പോൾ വിട്ടില്ലെങ്കിലോ? അച്ഛനെപ്പോഴും ഞാൻ അടുത്ത് വേണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് അമ്മ തന്നെ പറഞ്ഞാൽ മതി. വാ മോളിക്കുട്ടി, എന്നാൽ നമുക്ക് പോകാം. അങ്ങനെ മോളിക്കുട്ടിയും കൃഷ്ണയും അവിടെ നിന്നും പുറപ്പെടുവാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോയതിൻ്റെ തൊട്ട് പിന്നാലെ ആയിരിക്കോട്ടോ ഗാഥ കാറിൽ അവിടെ എത്തുന്നത്. ഗാഥ അങ്ങനെ അകത്തൊക്കെ ചെല്ലുമ്പോഴേക്കും കാണുന്നത് മുറ്റത്ത് നിന്ന് ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന തങ്കത്തിനായിരിക്കും. തങ്കത്തിനെ ഗാഥയെ കാണുമ്പോഴേ മനസ്സിലാകുവാണ്. അല്ല, കുട്ടി എന്താ ഇവിടെ വന്നത്? ഓ, അത് ശരി, എന്നെ മനസ്സിലായല്ലേ?
നിങ്ങൾ രണ്ടുപേരും കൂടി വലിയ സൗകര്യത്തിലൂടെ സുഖിച്ചു വാഴുവാണല്ലേ. അവൾ എവിടെയുണ്ട് കൃഷ്ണ? എനിക്ക് അവളെ ഇപ്പോൾ തന്നെ കാണണം. അവളിവിടെ ഇല്ല മോളെ. ദേ കള്ളം പറയണമെന്ന് നിൽക്കണ്ട. അവളെ കാണാതെ ഞാനിവിടെ നിന്ന് പോകില്ല. മോളിപ്പോൾ ചെല്ലും. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. നിങ്ങളുടെ മകളുണ്ടല്ലോ, അവിടെ തകർത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതമാണ്. അതെനിക്ക് അങ്ങനെ നിസ്സാരമായിട്ട് കാണാനൊന്നും പറ്റില്ല. ഈ സമയത്തായിരിക്കോട്ടോ ശ്രീനിവാസ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. ആ മോൾ ഇതുവരെ പോയില്ലേ? മോള് പരുന്തംപാറയിലേക്ക് മോളിക്കുട്ടിയോടൊപ്പം പോകുന്നെന്നാണല്ലോ ശാന്തി എന്ന് എന്നോട് വന്ന് പറഞ്ഞത്. എന്നിട്ട് മോളിന്ന് തിരിച്ചു വന്നോ? അന്നേരം ഗാഥ പറയുന്നുണ്ട്, അതെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാതെ ഒന്നും പോകരുത്. മോളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ മോൾക്കൊരു മാറ്റമുള്ള പോലെ? വേഷത്തിലും ആകെ സംസാരത്തിലൊക്കെ ഒരു മാറ്റമുണ്ടല്ലോ. പുറത്തു പോകാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരുങ്ങിയത്? എന്നാലും ഇതൊന്നും എൻ്റെ മോൾക്ക് ചേരുന്നില്ല. മോൾക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന പോലത്തെ ഡ്രസ്സുകളൊക്കെയാണ് നല്ലത്. അല്ല അതിരിക്കട്ടെ, സീരിയസ് ആയിട്ട് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ അത്? അന്നേരം ഗാഥ എന്തോ പറയാൻ തുടങ്ങുമായിരിക്കും കേട്ടോ. ഈ സമയമാണ് പെട്ടെന്ന് ചെടികൾക്കിടയിൽ എന്തോ ഒരു അനക്കം കാണുന്നത്. അത് കണ്ടിട്ട് ശ്രീനിവാസ് ചോദിക്കണേ, എന്തു പറ്റി? എന്താ ചെടികൾക്കൊരു ഇടയിലൂടെ അനക്കം? ഇനി പാമ്പോ മറ്റോ ആണോ? അങ്ങനെ പറഞ്ഞ് നോക്കുമ്പോഴായിരിക്കും കേട്ടോ ഒരു സർപ്പം അതും എഴഞ്ഞു പോകുന്നത് അവരെല്ലാവരും കാണുന്നത്. അത് കാണുന്നതും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകുവാം. കാടും മറ്റും പിടിച്ച് കിടക്കുമല്ലേ, ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇതുപോലുള്ള എഴുജന്തുക്കളൊക്കെ ഉണ്ടാകും എന്ന് ശ്രീനിവാസ് പറയുവാണ്. എന്നാൽ പാമ്പിനെ കാണുന്നതും ഗാഥയുടെ കിളി പോകുവാണ് കേട്ടോ. അയ്യോ പാമ്പ് എന്നും പറഞ്ഞ് ഗാഥയാണെങ്കിൽ ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടുക. മോളെ നിൽക്ക്, കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് പോ മോളെ എന്നും പറഞ്ഞ് ശ്രീനിവാസം വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ ഗാഥ അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. ഈ സമയം ശ്രീനിവാസ് പറയണേ, അല്ല മോൾക്ക് എന്താ പറ്റിയത്? എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് പറയാൻ വന്നതാണല്ലോ, എന്നിട്ട് അവൾ പറയാതെ പോയത്? അങ്ങനെയൊന്നുമില്ല സാറേ. അതെ കൃഷ്ണമോളുടെ ചില നേരത്തെ സ്വഭാവമാണ്. ഇതുപോലെ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ പറ്റിക്കും. എന്നിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഇതുപോലെ പൊക്കളയും. സാർ ഇതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. എന്നാലും അങ്ങനെയല്ലല്ലോ. അവളുടെ മുഖത്തൊരു ഗൗരവം ഉണ്ടായ പോലെ. അതൊക്കെ സാറിന് തോന്നുന്നതാ. എല്ലാവരുടെ ഇതുപോലെയുള്ള തമാശകളിയാണ്. പിന്നീട് കാണിക്കുന്നത് പരുന്തുംപാറയിൽ വന്ന് നിൽക്കുന്ന മോളിക്കുട്ടിനെയും കൃഷ്ണനെയാണ് കേട്ടോ. കൃഷ്ണക്ക് അവിടെ ആ സ്ഥലത്തെ കാഴ്ചകളൊക്കെ ഒത്തിരി ഇഷ്ടമാകുക. മോളിക്കുട്ടി പറഞ്ഞത് ശരിയാ. ഇവിടെ വന്ന് നിന്നപ്പോഴേ മനസ്സിന് വല്ലാത്തൊരു സമാധാനം തോന്നുക. നമുക്ക് കുറേ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിൽ നിന്നെല്ലാം ഒന്ന് ഒഴിഞ്ഞു മാറി മനസ്സ് ശാന്തി വിട്ട് നിർത്താൻ പറ്റിയ സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇനി ഇവിടെ വരണം. അന്നേരം മോളിക്കുട്ടി പറയണേ, അങ്ങനെ നിനക്ക് സങ്കടമൊന്നും ബ്ലോക്ക് വരാനാണെങ്കിലേ മിക്കവാറും മുഴുവൻ സമയം നീ ഇവിടെ തന്നെ ആയിരിക്കും. എപ്പോഴും സങ്കടങ്ങൾ മാത്രമുള്ളല്ലോ നിനക്ക്. ഒന്ന് പോകുന്നുണ്ടോ മോളിക്കുട്ടി? അതെ കൃഷ്ണേ, എൻ്റെ താഴത്തെ ഇങ്ങനെ ചെറിയ ചെറിയ പഴങ്ങൾ പോലെയുണ്ട്. ആ പഴങ്ങൾ തിന്നാൻ നല്ല രുചിയാ. നമുക്ക് അത് പോയി ഒരുമിച്ച് പറിച്ചുകൊണ്ട് വന്നാലോ? ഞാനില്ല, ഞാൻ കുറച്ച് നേരം കൂടി ഇവിടുത്തെ ഈ ഭംഗിയൊന്ന് ആസ്വദിച്ച് നിൽക്കാൻ പോകുക. എന്നാൽ ശരി, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി ആ പഴം പറിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ മോളിക്കുട്ടി കുറച്ച് താഴത്തേക്ക് ഇറങ്ങി ആ പഴം പോയി പറിക്കുവാണ്. ഇതേ സമയത്തായിരിക്കും കേട്ടോ ഗാഥയും പരുന്തുംപാറയിലെത്തുന്നത്. അങ്ങനെ ഗാഥ നടന്ന് കൃഷ്ണയുടെ അരികിലേക്ക് വന്നെത്തുവാം. പെട്ടെന്ന് തിരിയുന്ന കൃഷ്ണ ഗാഥയെ കണ്ട് ഷോക്കാകുക. ഗാഥേ നീയോ? എന്നെ കണ്ട് നീ എന്താടി പേടിച്ചു പോയോ? ഞാൻ നിന്നെ തേടി വരില്ല എന്ന് വിചാരിച്ചു അല്ലേ? എൻ്റെ നവീനെ എന്നിൽ നിന്ന് തട്ടിപ്പറിക്കാൻ നോക്കിയവളല്ലേ നീ എൻ്റെ നവീനും അത് ആദ്യ രാത്രി ആഘോഷിച്ചു. എൻ്റെ നവീനെ നീ സ്വന്തമാക്കിയില്ലേ? അന്നേരം കൃഷ്ണ പറയണേ, ഗാഥ നീ എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നീ ഇനി ഒന്നും പറയണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളും നീ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എൻ്റെ നവീനെ നീ തട്ടിയെടുത്തത് അത് ഞാനൊരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല. എൻ്റെ നവീൻ്റെ മേൽ നീ തെറ്റുണ്ടെങ്കിൽ അങ്ങനെയുള്ള നീ ഈ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. നിന്നെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ ഇല്ലാതാക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഗാഥ വേണ്ട, നീ ചെയ്യുന്നത് തെറ്റാണ്. നീ ഒന്നും പറയണ്ടടി. എൻ്റെ അതേ രൂപത്തിലുള്ള ഒരുത്തി ഈ ലോകത്തുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ നിന്നെ ഇല്ലാതാക്കേണ്ടതായിരുന്നു. എന്നാൽ ആ സമയം പൂജയും വഴിപാടെന്നൊക്കെ പറഞ്ഞ് മമ്മി നിന്നെ കൂടെ നിർത്തി. എന്നിട്ട് നീ എന്താടി എന്നോട് ചെയ്തത്? എൻ്റെ നവീനെ സ്വന്തമാക്കി. എൻ്റെ മമ്മിയെ നീ കയ്യിലെടുത്തില്ലേ? കളരിക്കലുള്ള ഓരോരുത്തരും കയ്യിലെടുത്തതുപോലെ എൻ്റെ മമ്മിയും കയ്യിലെടുത്തു. ഞാൻ സ്നേഹിക്കുന്നതെല്ലാം നീ തട്ടിപ്പറിച്ചെടുക്കാനല്ലേ ശ്രമിച്ചത്. ഇനി നീ ഭൂമിയിൽ വേണ്ടടി എന്നും പറഞ്ഞ് കൃഷ്ണയുടെ കഴുത്തി പിടിച്ച് ഞെക്കി കൃഷ്ണയെ കൊല്ലാൻ നോക്കുവാണ് കേട്ടോ ഗാഥ. ഈ സമയം മോളിക്കുട്ടി ഈ കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. കൃഷ്ണയെ വിടെന്ന് പറഞ്ഞ് ഗാഥയെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മോളിക്കുട്ടിയെ തള്ളി മാറ്റുവാണ്ടോ ഗാഥ. എന്നിട്ട് കൃഷ്ണയെ കഴുത്തി ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുവാണ്. ഇതിൻ്റെ ഇടയിൽ പിടിവലിക്കിടയിൽ ഗാഥ ആ കൊക്കയിലേക്ക് വീണു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ താഴത്തേക്ക് വീണു പോകാതെ അവിടെ എവിടെയോ പിടിച്ച് ജീവന് വേണ്ടി അലറിക്കറിയുന്ന ഗാഥേനെയൊക്കെ പ്രമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗാഥയുടെ ജീവന് എന്തെങ്കിലും പറ്റുമോ? ഗാഥയെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ കൃഷ്ണയെ കൊണ്ടാകുമോ? ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്